നമസ്കാരം. കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശനത്തിന് CPM നേതാക്കൾ പങ്കെടുത്തത് വിവാദമാകുന്നു. BJP പ്രവർത്തകൻ വടക്കുംപാട് നിഖിലിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശനത്തിനാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, P ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയത്. കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് ശ്രീജിത്ത്. 2008 മാർച്ച് 5-നാണ് വടക്കുംപാട്ട് വെച്ച് നിഖിലിനെ CPM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. TP വധക്കേസിലെ പ്രതി മുഹമ്മദ് ഷാഫി, ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ്, ത്രില്ലങ്കേരി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശനത്തിന് CPMന്റെ പ്രധാന നേതാക്കൾ എത്തിയിരുന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, P ജയരാജൻ എന്നിവരാണ് ചടങ്ങിനെത്തിയത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. BJP പ്രവർത്തകൻ വടക്കുംപാട് നിഖിൽ വധക്കേസ് ഒന്നാം പ്രതി ശ്രീജിത്തിന്റെ വീടിന്റെ ഗൃഹപ്രവേശനത്തിനാണ് നേതാക്കൾ എത്തിയത്. 2008 മാർച്ച് 5-നാണ് വടക്കുംപാട് വെച്ച് BJP പ്രവർത്തകനായ നിഖിലിനെ CPIM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് ഒന്നാം പ്രതിയായ ശ്രീജിത്ത്. TP കേസിലെ പ്രതി മുഹമ്മദ് ഷാഫിയും ചടങ്ങിനെത്തിയിരുന്നു. തലശ്ശേരിയിൽ CPM BJP സംഘർഷ പരമ്പരയ്ക്കിടെ 2008 മാർച്ച് 5-ന് വൈകിട്ടാണ് എരഞ്ഞോളി പാറക്കെട്ടിലെ ഒരു വീടിന്റെ പിറകിൽ നിഖിലിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ലോറി ക്ലീനറായ യുവാവ് തലശ്ശേരിയിൽ സംഘർഷമുണ്ടെന്നറിഞ്ഞ് റൂട്ട് മാറി കൂളി ബസാർ വഴി വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിൽ CPM പ്രവർത്തകർ ലോറി തടഞ്ഞ് ഡ്രൈവറെ വലിച്ചിറക്കാൻ ശ്രമിച്ചു. ഇത് കണ്ട് ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടിയ നിഖിലിനെ പിന്തുടർന്ന് കൊടുവാൾ കൊണ്ട് വെട്ടിയും ഇരുമ്പ് വടി കൊണ്ട് അടിച്ചും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പ്രതികൾ ലക്ഷം വീട് പരിസരത്തെ ഒഴിഞ്ഞ പറമ്പിലെ ഗൂഢാലോചനയ്ക്ക് ശേഷം കൊല നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. യുവാവ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. അന്ന് ധർമ്മടം പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ASP സുബ്രഹ്മണ്യമാണ് ആദ്യം സ്ഥലത്തെത്തിയതും FIR രജിസ്റ്റർ ചെയ്തതും. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.